അതെ, എല്ലാവരും എന്നാ പറയണു? കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കോമോയിലെ ഒരു കായൽ കാണിച്ചു തന്നില്ലായിരുന്നോ? ഇന്ന് അതുപോലെ തന്നെ വേറൊരു കായൽ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരുന്നതാ. പക്ഷെ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഫ്രണ്ട്സിൻ്റെ കൂടെ. രാവിലെ കുട്ടിസിനും പിള്ളേരും ഒക്കെ ഇങ്ങോട്ട് കൂടി ഇങ്ങോട്ട് നേരത്തെ പോന്നായിരുന്നു. എനിക്ക് ഡ്യൂട്ടി ആയിരുന്നേ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കൂടി ഞങ്ങൾ ഇങ്ങോട്ട് ഡയറക്റ്റ് വരികയാണ് ചെയ്തത്. എന്ത് ഭംഗിയാന്ന് നോക്കി ഈ സ്ഥലം കാണാനല്ലേ. ഇത് രാവിലെ ഇവർ വന്ന് കായലിൽ കുളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവർ നന്നായിട്ട് റിലാക്സ് ചെയ്തു. കുട്ടിസും ചെറിയ ഫിഷിംഗ് ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞൊരു വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മൾ ഗ്രില്ല് ചെയ്തു തുടങ്ങിയത്. കണ്ടില്ലേ, രണ്ട് മെയിൻ ഷെഫുമാരുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുറേ കുഞ്ഞു ഷെഫുമാരുമുണ്ട്. ഞങ്ങളുടെ ഗ്രില്ലിങ്ങിനുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഇവന്മാരെല്ലാവരും കൂടി കുറേ ഏതാണ്ടൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ട് അവരവിടെ വേറൊരു ഗ്രില്ലിങ്ങിനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് കളിച്ച് വളരുന്നത് കാണുന്നത് എന്ത് രസമല്ലേ. മെയിനായിട്ടും അവരെ ഉദ്ദേശിച്ച് തന്നെ നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് കേട്ടോ. വീട്ടിൽ നിന്ന് അധികമൊന്നുമില്ല, ഒരു അരമണിക്കൂറത്തെ ട്രാവലേ ഉള്ളൂ ഇങ്ങോട്ട്. എന്തായാലും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ നമുക്ക് കായലിലിറങ്ങി കുളിക്കുകയും ചെയ്യാം. അതേസമയം തന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ചെറിയ സ്ഥലത്ത് കുറേ ബെഞ്ചുകളും അങ്ങനെയൊക്കെ ഇട്ടിട്ടുമുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഗ്രില്ലിങ്ങും ഒരു ചെറിയ എല്ലാവരും കൂടി ഒത്തുചേർന്നൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ ഈ ഒരു സ്ഥലം നല്ല രസമാണ് കേട്ടോ. തിരക്കുകൾക്കിടയിൽ ഇങ്ങനെ ഒരു ദിവസം, പ്രത്യേകിച്ച് കൂട്ടുകാരുടെ കൂടെ, കുഞ്ഞുങ്ങൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആയിട്ട് സമാധാനമായിട്ട് നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ നിമിഷങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പുറത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഓരോ സന്തോഷ നിമിഷങ്ങൾ അല്ലേ. ചൂടുകാലമായി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരുപാട് കായലിൻ്റെ സൈഡുകളുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ നടക്കാനും വെറുതെ വന്നിരിക്കാനും ഒക്കെ ആയിട്ട് അത് നല്ല രസമാണ്. തണുപ്പ് കാലമാകുമ്പോൾ പിന്നെ ഈ പരിസരങ്ങളിലേക്കും വരാതിരിക്കുകയായിരിക്കും ഭേദം. കാരണം അത്രയും തണുപ്പായിരിക്കും കേട്ടോ. ഇങ്ങനെ പിക്നിക്കൊക്കെ പോലെ ഒരുപാട് പേര് ഇതിലേക്കൂടെ വരുന്നുണ്ട് കേട്ടോ. രാവിലെ വന്നൊരു ഷീറ്റൊക്കെ വിരിച്ച് അവരവിടെ റിലാക്സ് ചെയ്ത് കിടക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരിച്ചു പോകും. അങ്ങനെ കുറേ ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പിന്നെ മിക്ക ദിവസങ്ങളിൽ ഡ്യൂട്ടി ആയതുകൊണ്ട് ഫുൾ ഡേ ഒന്നും വരാൻ പറ്റത്തില്ല. പക്ഷെ ഇത് കണ്ടില്ലേ, ഇന്ന് ഈ മക്കള് രാവിലെ 10 മണിയായി കഴിഞ്ഞപ്പോൾ വന്ന് വെള്ളത്തിച്ചാട്ടം തുടങ്ങിയതാണേ. അത് കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് ഉടുപ്പൊക്കെ ഇടിച്ചാൽ വിട്ടത് അതേ പിന്നെയും ചൂണ്ടയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഇതിങ്ങൾക്ക് മടുപ്പൊന്നും ഇല്ലയാവോ? വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്ത് മടുപ്പല്ലേ. കായലിൻ്റെ ചുറ്റും ഇങ്ങനെ നടവരിപ്പാതയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലേ നടക്കാൻ വരുന്നവരും ഓടാൻ വരുന്നവരും പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ്, ഫിഷിംഗ് ഒക്കെ ഇല്ലേ, അതിനൊക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഈ വരുന്ന ടീമിനെ കണ്ടോ, ഇവർ വെള്ളിയാഴ്ച ഇവിടെ വന്നിട്ട് ടെൻറ്റ് കെട്ടി മീനിനെ പിടിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നൊരു രാത്രി 10:15 ആയി തിരിച്ചു പോരാൻ വേണ്ടി നിന്നപ്പം അപ്പോഴാണ് അവർക്ക് ഇത്രയും വലിയൊരു മീനെ കിട്ടിയത്. അടിപൊളിയല്ലേ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.